ഇന്ന് കർക്കിടകം 1. ഇനി രാമമന്ത്രധ്വനിയുടെ നാളുകൾ. വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ആനയൂട്ട് അല്പസമയത്തിനകം. ജില്ലയിലെ തീരമേഖലകളിൽ നാശം വിതച്ച് കടൽക്ഷോഭം തുടരുന്നു. പുനരധിവാസ നടപടികൾ ശക്തമാക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധം. എറിയാട് മേഖലയിലെ കടൽക്ഷോഭബാധിത പ്രദേശങ്ങൾ ജില്ലാ കളക്ടർ സന്ദർശിച്ചു. ദേശീയപാത കുതിരാൻ റോഡിന്റെ ശോചനീയാവസ്ഥ. സർക്കാരിന്റെ അടിയന്തര ഇടപെടലിനായി കാത്തിരിപ്പ്. ദേശീയപാത പൂർണ്ണമായും ടാറിംഗ് നടത്തണമെന്ന് ആവശ്യം. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ അമൃത് പദ്ധതി ഗുരുവായൂരിൽ മാതൃകാപരമായി നടപ്പിലാക്കുമെന്ന് ഡോക്ടർ പി.കെ. ബിജു എം.പി. അമൃത് പദ്ധതിയുടെ നിർവഹണ പുരോഗതി വിലയിരുത്താനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ CN ജയദേവൻ എം.പിയെ ഒഴിവാക്കിയത് വിവാദമാകും. കനത്ത മഴയിൽ പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട്. നിരവധി കുടുംബങ്ങളെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ചുഴലിക്കാറ്റിൽ നിരവധി വീടുകൾ തകർന്നു. വ്യാപക കൃഷിനാശവും. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഇന്ന് കർക്കിടകം 1. രാമായണ മാസാചരണത്തിന് തുടക്കം. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിന് അല്പസമയത്തിനകം തുടക്കമാകും. 70-ലധികം ആനകൾ ആനയൂട്ടിൽ പങ്കെടുക്കുന്നുണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ സഹകരണത്തോടെ വടക്കുന്നാഥ ക്ഷേത്ര സമിതിയാണ് ആനയൂട്ട് നടത്തുന്നത്. 36-ാം വർഷമാണ് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ആനയൂട്ട് നടക്കുക. പുലർച്ചെ നടന്ന ഗണപതി ഹോമത്തിന് പുലിയന്നൂർ ശങ്കരനാരായണ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. കേരളത്തിലെ പേരുകേട്ട കൊമ്പന്മാർ ആനയൂട്ടിൽ പങ്കെടുക്കുന്നുണ്ട്. ആനയൂട്ട് TCV തത്സമയം സംപ്രേഷണം ചെയ്യും. ശക്തമായ കടൽക്ഷോഭത്തിൽ എറിയാട് പഞ്ചായത്തിൽ 2000-ഓളം വീടുകൾ വെള്ളത്തിലായി. 100-ലധികം വീടുകൾ താമസയോഗ്യമല്ലാതായിട്ടുണ്ട്. കടപ്പുറത്തിന് 1.5 കിലോമീറ്റർ ദൂരം വരെ കടലെത്തി. ഇവിടങ്ങളിൽ വീടുകളിലെല്ലാം വെള്ളവും കടൽച്ചെളിയും നിറഞ്ഞിരിക്കുകയാണ്. വൈദ്യുതിയും കുടിവെള്ളവുമില്ലാതെ കടൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട തീരപ്രദേശം നാളിതുവരെ കാണാത്ത ദുരിതത്തെയാണ് അഭിമുഖീകരിക്കുന്നത്. ഓഖി ദുരന്ത സമയത്ത് 2 കിലോമീറ്ററോളം ദൂരത്തിൽ കടൽ കയറിയെങ്കിലും ജലനിരപ്പ് കുറവായിരുന്നു. എന്നാൽ ഇത്തവണ അരയ്ക്കൊപ്പം കടൽ വെള്ളം വന്നു നിറഞ്ഞ അവസ്ഥയിലാണ് തീരപ്രദേശം. ദിവസങ്ങളായി ശക്തമായ കടലാക്രമണം അനുഭവപ്പെടുന്ന എറിയാട് പഞ്ചായത്തിൽ ജില്ലാ കളക്ടർ TV അനുപമ സന്ദർശനം നടത്തി. അഴീക്കോട് പുത്തൻപള്ളി കടപ്പുറത്തുള്ള സ്ഥിരം ദുരിതാശ്വാസ ക്യാമ്പിലാണ് കളക്ടറും E.T. ടൈസൺ MLA അടക്കമുള്ള സംഘം ആദ്യമെത്തിയത്. ക്യാമ്പിലെത്തിയ കളക്ടറെ പരാതികളുടെ പ്രളയമാണ് സ്വീകരിച്ചത്. വാഗ്ദാനങ്ങൾ വേണ്ടെന്നും തങ്ങൾക്ക് ആവശ്യം നടപടിയാണെന്നും നാട്ടുകാർ പറഞ്ഞു. ജനഹിതം തിരിച്ചറിഞ്ഞ കളക്ടർ പേ ബസാർ, ലൈറ്റ് ഹൗസ്, കടപ്പുറങ്ങൾ കൂടി സന്ദർശിച്ചു. എല്ലായിടത്തും പരാതികളോടെയാണ് തീരദേശവാസികൾ കാത്തുനിന്നത്. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി ഫേമസ് വർഗീസ്, സർക്കിൾ ഇൻസ്പെക്ടർമാരായ PR ബിജോയ്, PC ബിജു കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം കളക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു. എറിയാട് മേഖലയിലെ കടൽക്ഷോഭ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാനെത്തിയ ജില്ലാ കളക്ടർ TV അനുപമ മുഴുവൻ സ്ഥലങ്ങളിലും എത്താത്തതിൽ പ്രതിഷേധിച്ച് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെ തടഞ്ഞുവെച്ചു. എറിയാട്, പുത്തൻപള്ളി, പേബസാർ എന്നീ കടപ്പുറങ്ങൾ സന്ദർശിച്ച കളക്ടർ മറ്റ് മേഖലകൾ സന്ദർശിച്ചിരുന്നില്ല. കളക്ടർ തിരിച്ചു പോയതറിഞ്ഞ് പ്രകോപിതരായ നാട്ടുകാർ എറിയാട് ചേരമാൻ ജംഗ്ഷനിൽ ഔദ്യോഗിക വാഹനങ്ങൾ തടഞ്ഞു. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദിനി മോഹനൻ, ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി ഫേമസ് വർഗീസ് എന്നിവർ ഉൾപ്പെടെയുള്ളവരെ 1 മണിക്കൂറോളം സമയം തടഞ്ഞുവെച്ചു. ചില ഉദ്യോഗസ്ഥരുടെ സമീപനമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട്. താരതമ്യേന കടൽക്ഷോഭം കുറഞ്ഞ അഴീക്കോട്, പുത്തൻപള്ളി കടപ്പുറത്ത് മാത്രം കളക്ടറെ എത്തിക്കുകയായിരുന്നുവെന്നാണ് ആരോപണം. കൂടുതൽ കടൽക്ഷോഭം അനുഭവപ്പെടുന്ന ചേരമാൻ കടപ്പുറം കളക്ടർ സന്ദർശനത്തിൽ നിന്നും ഒഴിവാക്കിയതാണ് നാട്ടുകാരെ പ്രകോപിപ്പിച്ചത്. കടൽക്ഷോഭക്കെടുതികൾ അനുഭവിക്കുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാത്ത അധികൃതരുടെ നടപടിക്കെതിരെ കടലിൽ ഇറങ്ങി AIYF പ്രവർത്തകരും. ദേശീയപാത 17 ഉപരോധിച്ച് BJPയുടെയും പ്രതിഷേധം. ഏത്തായി, അഴിമുഖം, പൊക്കുളങ്ങര പ്രദേശങ്ങളിൽ കടൽക്ഷോഭം ജനജീവിതം ദുസ്സഹമായിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന അധികൃതർക്കെതിരെ 7 AIYF പ്രവർത്തകരാണ് കടലിലിറങ്ങി പ്രതിഷേധിച്ചത്. പ്രവർത്തകരുടെ കുടുംബാംഗങ്ങളായ സ്ത്രീകളും കടലിലിറങ്ങി. വിവരമറിഞ്ഞ വാടാനപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി പ്രവർത്തകരോട് കരയിൽ കയറാൻ ആവശ്യപ്പെട്ടുവെങ്കിലും കൂട്ടാക്കിയില്ല. CPI ജില്ലാ കമ്മിറ്റി അംഗം PK രാജശേഖരൻ അടക്കമുള്ള നേതാക്കളും സ്ഥലത്തുണ്ടായിരുന്നു. ഇതിനിടെ തിരയിൽ ഒഴുകിയെത്തിയ മരത്തടിയിടിച്ച് AIYF പ്രവർത്തകൻ സേവ്യറിന്റെ കാലിന് പരിക്കേറ്റു. 4 മണിക്കൂർ കഴിഞ്ഞ് ചാവക്കാട് തഹസിൽദാർ P. പ്രേംചന്ദ് സ്ഥലത്തെത്തി. തുടർന്ന് നാട്ടുകാരുമായി ചർച്ച നടത്തിയെങ്കിലും പുനരധിവാസമടക്കമുള്ള കാര്യങ്ങളിൽ ഉറപ്പു ലഭിച്ചാൽ മാത്രം കരയിൽ കയറും എന്ന നിലപാടിലായിരുന്നു പ്രവർത്തകർ. പിന്നീട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി കളക്ടർ ബാബു സേവ്യർ സ്ഥലത്തെത്തി പരിഹാരം കണ്ടെത്താമെന്ന ഉറപ്പിൽ പ്രവർത്തകർ പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു. തൊട്ടു പിന്നാലെ കടൽക്ഷോഭക്കെടുതി അനുഭവിക്കുന്ന കുടുംബങ്ങളെ സഹായിക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന ആവശ്യമുന്നയിച്ച് BJP പ്രവർത്തകർ ഏത്തായിൽ ദേശീയപാത ഉപരോധവും തുടങ്ങി. BJP നേതാക്കളായ KS കനകൻ,
KS ധനീഷ്, സന്തോഷ് പണിക്കശ്ശേരി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം. ഉപരോധ സമരം 3/4 മണിക്കൂർ നീണ്ടുനിന്നു. തുടർന്ന് ഡെപ്യൂട്ടി കളക്ടർ സമരക്കാരുമായി സംസാരിച്ചു. കടലിന് 50 മീറ്റർ പരിധിയിൽ മത്സ്യത്തൊഴിലാളികളും അല്ലാത്തവരുമായ വീട് നഷ്ടപ്പെട്ടവർക്ക് വീടും അടിയന്തര ധനസഹായവും എന്നിവ നൽകുവാൻ കളക്ടർക്ക് റിപ്പോർട്ട് നൽകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകിയതോടെ BJP പ്രവർത്തകർ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. കോൺഗ്രസ് നേതാവ് ഇർഷാദ് കെ ചേറ്റുവയുടെ നേതൃത്വത്തിൽ ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയിരുന്നു. TCV ന്യൂസ്, തൃപ്രയാർ. മഴക്കെടുതി രൂക്ഷമായതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ, ചാവക്കാട് താലൂക്കിലെ +2 വരെയുള്ള എല്ലാ സ്കൂളുകൾക്കും ജില്ലാ കളക്ടർ ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചു. CBSE, ICSE സ്കൂളുകൾക്കും അവധി ബാധകമായിരിക്കും. ഇരു താലൂക്കുകളിലെയും സ്കൂളുകൾക്ക് 28-ന് പ്രവൃത്തി ദിനമായിരിക്കുമെന്നും കളക്ടർ അറിയിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. ദേശീയപാത കുതിരാൻ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടലിനായി കാത്തിരിപ്പ്. ദേശീയപാത പൂർണ്ണമായും ടാറിംഗ് നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. 6 വർഷം മുൻപാണ് സമാന രീതിയിൽ ദേശീയപാത തകർന്നതിനെ തുടർന്ന് മണ്ണുത്തി മുതൽ വാണിയമ്പാറ വരെ ടാറിംഗ് നടത്തിയത്. എന്നാൽ റോഡിലെ നിലവിലെ അവസ്ഥ പരിതാപകരമാണ്. ദേശീയപാതയിൽ ചെറുതും വലുതുമായ കുഴികൾ രൂപപ്പെട്ട് റോഡ് സഞ്ചാരയോഗ്യമല്ലാതെയായി. മഴ ശക്തമായതോടെ ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നത് പതിവാണ്. കുരുക്കിൽപ്പെടുന്ന മണ്ണുത്തി പാലക്കാട് റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സുകൾ സർവീസ് പൂർത്തിയാകാതെ ഓട്ടം നിർത്തുകയാണ്. വിദ്യാർത്ഥികൾക്ക് കൃത്യസമയത്ത് സ്കൂളുകളിൽ എത്തിപ്പെടാൻ സാധിക്കാത്ത സ്ഥിതിയുമായി. അടിയന്തരമായി ആശുപത്രിയിലേക്ക് പോകേണ്ട വാഹനങ്ങൾക്ക് കുരുക്കിൽപ്പെട്ട് കാത്തുകിടക്കേണ്ട സ്ഥിതി ഭയാനകമാണ്. ശക്തമായ മഴ പെയ്താൽ ദേശീയപാത കുതിരാനിൽ 8 മുതൽ 12 മണിക്കൂർ വരെയാണ് പതിവായി കുരുക്ക് അനുഭവപ്പെടുന്നത്. മണ്ണുത്തി, മുളയം, വെട്ടിക്കൽ, മുടിക്കോട്, പട്ടിക്കാട്, വഴക്കുംപാറ, കുതിരാൻ, വാണിയമ്പാറ എന്നിവിടങ്ങളിലാണ് ടാറിംഗ് തകർന്ന കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട സെന്ററുകളായ വാണിയമ്പാറയായാലും മണ്ണുത്തി ആയാലും പട്ടിക്കാടായാലും പീച്ചി റോഡ് ജംഗ്ഷനിലും മുളയത്തും ഒക്കെയുള്ള ഇത്തരം വലിയ വലിയ ഗർത്തങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി പാച്ച് വർക്കിൻ്റെ മുകളിലൂടെ റീടാറിംഗ് ചെയ്ത് ആ പ്രദേശം വാഹനങ്ങൾക്ക് പോകുന്നതിലൊരു അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിന് സംസ്ഥാന സർക്കാരിൽ നിന്നും ആവശ്യമായ തുക 1-2 കോടി രൂപ ചെലവഴിച്ചാൽ ഈ പ്രദേശത്ത് ഇപ്പോഴുള്ള വാഹന ഗതാഗത കുരുക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. തകൃതിയായി ഓട്ടയടക്കൽ നടന്നുവെങ്കിലും ശക്തമായ മഴയിൽ ഇവ ഒലിച്ചുപോയി. ഇതോടെ ദേശീയപാതയുടെ സ്ഥിതി വീണ്ടും ദയനീയമായി. ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടെ കുതിരാൻ വഴിയുള്ള യാത്ര പലരും ഒഴിവാക്കി തുടങ്ങി. ദേശീയപാതയുടെ 6 വരിപ്പാത നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ മണ്ണുത്തി മുതൽ വാണിയമ്പാറ വരെ അടിയന്തരമായി ദേശീയപാത മുഴുവൻ ടാറിംഗ് നടത്തണമെന്ന ആവശ്യം ശക്തമായി. ദേശീയപാത അധികൃതരും കരാർ കമ്പനിയും കൈവിട്ടതോടെ സർക്കാരിന്റെ അടിയന്തര ഇടപെടലിനുള്ള കാത്തിരിപ്പാണ് ഇനി ആശ്രയം. TCV, തൃശൂർ. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ അമൃത് പദ്ധതി ഗുരുവായൂരിൽ മാതൃകാപരമായി നടപ്പിലാക്കുമെന്ന് ദിശ ചെയർമാൻ ഡോക്ടർ PK ബിജു MP. അമൃത് പദ്ധതിയുടെ നിർവഹണ പുരോഗതി വിലയിരുത്താനായി ഗുരുവായൂർ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലെ അനക്സ് ഹാളിൽ ചേർന്ന പ്രത്യേക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു MP. 2050 വരെയുള്ള ഗുരുവായൂരിന്റെ ഭാവി വികസനം കൂടി കണക്കിലെടുത്താണ് പദ്ധതികൾക്ക് രൂപം നൽകിയിരിക്കുന്നത്. പദ്ധതി നടത്തിപ്പിനായി ഗുരുവായൂർ നഗരസഭയ്ക്ക് 203 കോടി 10 ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ 50% കേന്ദ്ര സർക്കാരും 30% സംസ്ഥാന സർക്കാരും അനുവദിക്കും. ബാക്കി വരുന്ന 20% നഗരസഭയും കണ്ടെത്തണം. അമൃത് പദ്ധതിയിൽ ഗുരുവായൂരിലേക്ക് ആകെ അനുവദിക്കപ്പെട്ട 20 പദ്ധതികൾക്ക് ഭരണാനുമതിയും 11 പദ്ധതികൾക്ക് സാങ്കേതിക അനുമതിയും ലഭിച്ചതായി MP പറഞ്ഞു. പദ്ധതിയുടെ നടത്തിപ്പിനായി ഗുരുവായൂർ ദേവസ്വം ബോർഡ് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ടെന്നും യോഗം വിലയിരുത്തി. KV അബ്ദുൽ ഖാദർ MLA, ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ പ്രൊഫസർ PK ശാന്താകുമാരി, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് KB മോഹൻദാസ്, അഡ്മിനിസ്ട്രേറ്റർ CC ശശിധരൻ, ചാവക്കാട് തഹസിൽദാർ K പ്രേംചന്ദ് തുടങ്ങിയവർ പങ്കെടുത്തു. തീർത്ഥാടന നഗരമായ ഗുരുവായൂരിന്റെ പ്രത്യേക പ്രാധാന്യം കണക്കിലെടുത്ത് കൂടുതൽ ട്രെയിൻ സർവീസുകൾ ആരംഭിക്കണമെന്ന ആവശ്യം കേന്ദ്ര സർക്കാരിന് മുന്നിൽ അവതരിപ്പിച്ചതായി ഡോക്ടർ PK ബിജു MP പറഞ്ഞു. അമൃത് പദ്ധതിയുടെ അവലോകനത്തിനായി ഗുരുവായൂരിൽ ചേർന്ന യോഗത്തിന് ശേഷം ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു MP. ഗുരുവായൂർ തിരുനാവായ പുതിയ പാത യാഥാർത്ഥ്യമാക്കുന്നതിനും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടും. ഔഷധ സസ്യങ്ങളുടെ ഉദ്യാനം നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി ആയുഷിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കി വരുന്നുണ്ട്. പദ്ധതി ഗുരുവായൂർ ക്ഷേത്രത്തിന് പ്രയോജനപ്പെടുത്തുന്നതിന് പരിശ്രമിക്കുമെന്നും MP പറഞ്ഞു. അമൃത് പദ്ധതിയുടെ നിർവഹണ പുരോഗതി വിലയിരുത്താനായി ഗുരുവായൂരിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ സ്ഥലം MP CN ജയദേവനെ ഒഴിവാക്കിയത് വിവാദമാകുന്നു. ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് MP യെ പങ്കെടുപ്പിക്കാതിരുന്നത് ആക്ഷേപത്തിനിടയാക്കിയിരിക്കുന്നത്.
KV അബ്ദുൽ ഖാദർ MLA, നഗരസഭാ ചെയർപേഴ്സൺ പ്രൊഫസർ PK ശാന്തകുമാരി, ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് KB മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്ത യോഗം നടക്കുമ്പോൾ സ്ഥലം MP CN ജയദേവൻ പങ്കെടുക്കാതിരുന്നത് യോഗത്തിൽ ചർച്ചയായി. ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ദിശ ചെയർമാൻ PK ബിജു MPയോട് ചോദിച്ചപ്പോൾ സ്ഥലം MPക്ക് യോഗത്തിന് എത്താൻ അസൗകര്യമുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ടെന്നായിരുന്നു മറുപടി. എന്നാൽ തന്നോട് കൂടിയാലോചിക്കാതെയാണ് യോഗത്തിന്റെ തീയതി തീരുമാനിച്ചതെന്ന് MP പിന്നീട് പറഞ്ഞു. നേരത്തെയും അമൃത് പദ്ധതിയുമായി ബന്ധപ്പെട്ട യോഗങ്ങളിൽ നിന്ന് CN ജയദേവൻ MPയെ മാറ്റി നിർത്തുന്നതായി ആക്ഷേപമുയർന്നിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും MP വ്യക്തമാക്കി. കനത്ത മഴയിൽ പല പ്രദേശങ്ങളും വെള്ളക്കെട്ടിലായി. നിരവധി കുടുംബങ്ങളെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ചുഴലിക്കാറ്റിൽ നിരവധി വീടുകൾ തകർന്നു. വ്യാപകമായി കൃഷിനാശവും. കുന്നത്തങ്ങാടി വെളുത്തൂരിൽ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് വീട്ടിലകപ്പെട്ട അമ്മയെയും കുഞ്ഞിനെയും ജനപ്രതിനിധികളും പോലീസും ചേർന്ന് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചു. വെളുത്തൂർ ചിത്ര ക്ലബിന് സമീപം മമ്മിയൂർ വീട്ടിൽ ലിനി ദുഷ്യന്തന്റെ വീടാണ് വെള്ളം കയറി പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായത്. അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാത മോഹൻദാസും ജനപ്രതിനിധികളും അന്തിക്കാട് SI SR സനീഷ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. പ്രദേശത്ത് കളരിക്കൽ ശശിധരൻ, പച്ചാമ്പള്ളി പത്മിനി, കൂട്ടാല അയ്യപ്പക്കുട്ടി, പുളിക്കൽ ലയിച്ചു, കുറുപ്പത്ത് കമല, കാരയിൽ കരുണാകരൻ എന്നിവരുടെ വീടുകളും വെള്ളക്കെട്ടിലാണ്. ഞാറ്റുവെട്ടി ഷീലയുടെ വീടിന്റെ പുറകുവശം മണ്ണിടിഞ്ഞ് വെള്ളത്തിനടിയിലായി. വീടിനോട് ചേർന്ന് വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. വെളുത്തൂർ വില്ലേജ് ഓഫീസർ സ്ഥിതിഗതികൾ നേരിൽ വിലയിരുത്തി. മുരളി പെരുന്നെല്ലി MLA സ്ഥലം സന്ദർശിച്ചു. അരിമ്പൂർ NID റോഡിൽ 15ഓളം കുടുംബങ്ങളെ വെള്ളക്കെട്ടിനെ തുടർന്ന് കുന്നത്തങ്ങാടി ഗവൺമെന്റ് സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റാനുള്ള നടപടികൾ തുടങ്ങി. കനത്ത മഴയിൽ വെള്ളിക്കുളം വലിയ തോട് കരകവിഞ്ഞതിനെ തുടർന്ന് മലയോരത്തെ പാടശേഖരങ്ങൾ വെള്ളത്തിനടിയിലായി. വെള്ളിക്കുളങ്ങര, കൊടുങ്ങ, കോടാലി, കൊരേച്ചാൽ, ചെമ്പൂച്ചിറ, വാസുപുരം, ഇത്തൂപ്പാടം എന്നിവിടങ്ങളിലെ പാടങ്ങളിലാണ് വെള്ളം കയറിയത്. കോടാലി പാടത്തെ 65 ഏക്കറോളം വരുന്ന വിരിപ്പ് കൃഷി 4 ദിവസത്തോളമായി വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. ചെമ്പൂച്ചിറ പാടശേഖരത്തിലെ 6 ഹെക്ടർ സ്ഥലത്തെ നെൽകൃഷിയും വെള്ളത്തിലാണ്. ഓണക്കാലത്ത് വിളവെടുക്കാൻ ലക്ഷ്യമിട്ട് കൃഷി ചെയ്തിട്ടുള്ള നേന്ത്രവാഴത്തോട്ടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. കൊടകര കോടാലി റോഡിലെ 3 മുറി ശ്രീലക്ഷ്മി തിയേറ്ററിന് മുൻവശം റോഡിൽ വെള്ളം കയറി. കാറ്റിൽ മരം വീണ് വൈദ്യുതി കമ്പികൾ പൊട്ടിയതിനെ തുടർന്ന് പലയിടത്തും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. ചെറുതുരുത്തി തൃശൂർ സംസ്ഥാന പാതയിൽ ചെറുതുരുത്തി ഗവൺമെന്റ് സ്കൂളിന് മുന്നിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. നിർമ്മാണ സമയത്ത് വേണ്ട രീതിയിൽ കാനകൾ നിർമ്മിക്കാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമായത്. നിരവധി തവണ ബന്ധപ്പെട്ട പല ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയെങ്കിലും യാതൊരു ഫലവുമുണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കനത്ത മഴയെ തുടർന്ന് കരുമത്ര മങ്കരയിൽ രൂക്ഷമായ വെള്ളക്കെട്ടിൽ 15ഓളം കുടുംബങ്ങൾ ദുരിതത്തിലായി. തെക്കുംകര പഞ്ചായത്തിലെ മങ്കര SNDP അമ്പലത്തിന് പുറകിലെ ചെറുവത്തൂർ റോഡിൽ താമസിക്കുന്നവരാണ് വെള്ളക്കെട്ട് മൂലം ദുരിതത്തിലായത്. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ മുട്ടിനൊപ്പം വെള്ളത്തിലൂടെ സഞ്ചരിക്കേണ്ട ഗതികേടിലാണ്. ചേപ്പലക്കാട് വനത്തിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളമാണ് ഇവിടെ വെള്ളക്കെട്ടിന് കാരണമാകുന്നത്. കനത്ത മഴയിൽ മാള മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി. കുണ്ടൂർ, കുഴൂർ, അന്നമനട, പാലിശ്ശേരി, പൂവത്തുശ്ശേരി, കൊച്ചുകടവ്, തിരുത്ത, തൻകുളം തുടങ്ങിയ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുണ്ട്. തിരുമുക്കുളം എറിയാട് വീട്ടിൽ സന്തോഷിന്റെ കിണറും പാറപ്പുറത്ത് സന്തോഷിന്റെ കിണറിനോട് ചേർന്നുള്ള മോട്ടോർ ഷെഡും കനത്ത മഴയിൽ ഇടിഞ്ഞു താഴ്ന്നു. മാള പഞ്ചായത്തിലെ തൻകുളത്ത് തോട് കരകവിഞ്ഞ നിരവധി വീടുകളാണ് വെള്ളക്കെട്ടിലായിട്ടുള്ളത്. വെള്ളം ഒഴുകിപ്പോയിരുന്ന തോടുകൾ അടച്ചതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ ഇടയാക്കിയതെന്ന് പരാതികളുണ്ട്. വാർഡംഗം ബിന്ദു ബാബു സ്ഥലം സന്ദർശിച്ചു. കരൂപ്പടന്ന സ്വകാര്യ ആശുപത്രിക്ക് സമീപം മാവ് റോഡിലേക്ക് വീണതിനെ തുടർന്ന് തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു. മരം മുറിച്ചു മാറ്റിയതിനു ശേഷമാണ് മണിക്കൂറുകൾക്ക് ശേഷം ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കനത്ത മഴയെ തുടർന്ന് കാറളം മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. നിരവധി വീടുകൾ ഒറ്റപ്പെട്ടു. കാറളം, ആലുക്കക്കടവ്, ഇളമ്പുഴ തുടങ്ങിയ സ്ഥലങ്ങളിലെ 50ഓളം കുടുംബങ്ങളാണ് വെള്ളക്കെട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുന്നത്. കനത്ത മഴയെ തുടർന്ന് വെള്ളക്കെട്ട് മൂലം ഇവർക്ക് വീടിന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇവർക്ക് സൗജന്യ റേഷൻ അടക്കമുള്ള സംവിധാനം ഏർപ്പെടുത്താൻ അധികൃതർ വിമുഖത കാണിക്കുകയാണെന്ന് പഞ്ചായത്ത് അംഗം KB ഷമീർ ആരോപിച്ചു. മേഖലയിൽ അടിയന്തരമായി ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിക്കണമെന്നും KB ഷമീർ പറഞ്ഞു. കനത്ത കാറ്റിൽ മരം കടപുഴകി വീണ് കാറളം ജാറത്തിന് സമീപം താമസിക്കുന്ന കുരുതുകുളം വിൽസന്റെ വീടിന്റെ ഒരു ഭാഗം തകർന്നു. ചേർപ്പ്, മുത്തുള്ളിയാൽ, ഹെർബർട്ട് കനാൽ, എട്ടുമുന ഭാഗങ്ങളിൽ തുടർച്ചയായ മഴയെ തുടർന്ന് വെള്ളക്കെട്ട് രൂക്ഷമായി. മുത്തുള്ളിയാൽ, തോപ്പ് ഭാഗങ്ങളിലെ 50ഓളം വീടുകൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. ഇവരെ സമീപത്തെ സ്കൂളിലേക്ക് മാറ്റി താമസിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എട്ടുമന, പൊട്ടിച്ചിറ, പനംകുളം പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറിയ നിലയിലാണ്. റോഡുകളിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നതിനാൽ കാൽനടയാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാൻ സാധിക്കാത്ത നിലയിലാണ്. തൊയക്കാവ് വെണ്ണേങ്കാട്ട് റോഡിൽ മരം വീണ് വൈദ്യുതി പോസ്റ്റ് മറിഞ്ഞു വീണു. തിങ്കളാഴ്ച രാവിലെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് മരം വൈദ്യുതി കമ്പിയിലേക്ക് വീണത്. ആർക്കും പരിക്കില്ല. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വൈദ്യുതി ജീവനക്കാർ സ്ഥലത്തെത്തി വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചു. തളിക്കുളം തമ്പാൻകടവിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ തെങ്ങ് ഒടിഞ്ഞു വീണ വീടും വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറും ബൈക്കും തകർന്നു. തമ്പാൻകടവ് സ്വദേശി മയൂർ വീട്ടിൽ പ്രസന്നന്റെ ഓടുമേഞ്ഞ വീടാണ് തകർന്നത്. വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്കും റെന്റേ കാറുമാണ് ഭാഗികമായി തകർന്നത്. സഹോദരിയുടെ മകളുടെ വിവാഹാവശ്യത്തിനായി വാടകയ്ക്കെടുത്തതായിരുന്നു കാറ്. സഹോദരിയുടെ മകൻ സനീഷിന് ഓടുവീണ് പരിക്കേറ്റു. വലിയ ശബ്ദം കേട്ടതോടെ വീട്ടുകാർ പുറത്തേക്ക് ഓടിയതിനാൽ ദുരന്തം ഒഴിവായി. TV, ഫാൻ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ തകർന്നു. 5 ലക്ഷം രൂപയോളം നഷ്ടം കണക്കാക്കുന്നു.
മഴ കനത്തതോടെ ചാവക്കാട് മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ടിലായി. എടക്കഴിയൂർ ബീച്ച്, എടക്കഴിയൂർ കിറാമൻകുന്ന്, പുന്ന, തെക്കൻ പാലയൂർ, കറുകമാട്, വട്ടേക്കാട് തുടങ്ങിയ പ്രദേശങ്ങളാണ് വെള്ളക്കെട്ടിലായത്. നിരവധി പേർ ബന്ധുവീടുകളിലേക്ക് താമസം മാറി. റോഡുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനെ തുടർന്ന് ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമാണ്. ന്യൂസ് ബ്യൂറോസ് TCV. മത്സ്യത്തൊഴിലാളികൾക്കുള്ള സൗജന്യ റേഷൻ ഉറപ്പുവരുത്തുമെന്ന് ADMC ലതിക. ജില്ലാ കടലോര ജാഗ്രതാ സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. മഴക്കാലത്ത് തീരപ്രദേശത്തെ അലട്ടുന്ന വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കാൻ പഞ്ചായത്തുകൾക്ക് അടിയന്തര നിർദ്ദേശം നൽകും. കടൽക്ഷോഭം തടയാനുള്ള കടൽ ഭിത്തി നിർമ്മാണത്തിന്റെ വേഗത കുറഞ്ഞത് കല്ലിന്റെ ലഭ്യതക്കുറവ് മൂലമാണെന്നും ഇക്കാര്യത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുമെന്നും ADM അറിയിച്ചു. സുനാമി പുനരധിവാസ പദ്ധതി വഴി ലഭിച്ച വീടുകൾ അനധികൃതമായി വാടകയ്ക്ക് കൊടുക്കുന്ന കാര്യം അന്വേഷിക്കാൻ ചാവക്കാട് തഹസിൽദാർക്ക് നിർദ്ദേശം നൽകും. ഫിഷറീസ് വകുപ്പിന് ആവശ്യമായ സഹായങ്ങൾ തീരദേശ പോലീസ് നൽകണം. മത്സ്യത്തൊഴിലാളികൾക്ക് തിരിച്ചറിയൽ കാർഡുകൾ വേഗം തന്നെ നൽകും. കടലോര ജാഗ്രതാ സമിതി അംഗങ്ങൾക്ക് യൂണിഫോം ഏർപ്പെടുത്തുന്ന കാര്യവും തീരപ്രദേശങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്ന കാര്യവും പരിശോധിക്കുമെന്നും ADM പറഞ്ഞു. കടലോര ജാഗ്രതാ സമിതി അംഗങ്ങൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഇടവേള. വാർത്തയിലേക്ക്. ഒളരിയിൽ മത്സരയോട്ടത്തിനിടെ സ്വകാര്യ ബസ് ഇടിച്ച് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് ഗർഭിണിയടക്കം 2 പേർക്ക് പരിക്കേറ്റു. ഓട്ടോറിക്ഷ ഡ്രൈവർ കണ്ടശംകടവ് സ്വദേശി മുക്കാപ്പുഴ വീട്ടിൽ വിമൽദാസ്, യാത്രക്കാരി കണ്ടശംകടവ് സ്വദേശി ഇളമ്പായിൽ സന്തോഷ്, ഭാര്യ അച്ചിത എന്നിവർക്കാണ് പരിക്കേറ്റത്. അപകടത്തിൽ സാരമായി പരിക്കേറ്റ വിമൽദാസിനെ വെസ്റ്റ് പോർട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന അജിതയുടെ ഭർത്താവ് സന്തോഷ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സംഭവത്തെ തുടർന്ന് രോഷാകുലരായ നാട്ടുകാർ 2 ബസ്സുകളും തടഞ്ഞിട്ടു. ഒരു ബസ്സിന്റെ കണ്ണാടി എറിഞ്ഞുടച്ചു. 5 മാസം ഗർഭിണിയായ അജിതയെ പരിശോധനയ്ക്കായി ആശുപത്രിയിൽ കൊണ്ടുവന്ന് തിരിച്ചു പോകും വഴിയാണ് അപകടമുണ്ടായത്. തൃശൂർ ചാവക്കാട് റൂട്ടിലോടുന്ന നിർമാല്യം, തൃശൂർ തൃപ്രയാർ റൂട്ടിലോടുന്ന ഭുവനേശ്വരി എന്നീ ബസ്സുകൾ മത്സരിച്ചോടുന്നതിനിടെ ഭുവനേശ്വരി ബസ്സാണ് ഓട്ടോറിക്ഷയെ ഇടിച്ചു തെറിപ്പിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. റോഡിലെ ഗട്ടറിൽ വീഴാതിരിക്കാൻ ഓട്ടോറിക്ഷ വേഗം കുറച്ചപ്പോഴാണ് മത്സരിച്ചോടിയെത്തിയ ഭുവനേശ്വരി ബസ് ഓട്ടോയെ ഇടിച്ചു തെറിപ്പിച്ചത്. അപകടത്തെ തുടർന്ന് തൃശൂർ കാഞ്ഞാണി റൂട്ടിൽ അരമണിക്കൂറോളം വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. തൃശൂർ വെസ്റ്റ് പോലീസും മോട്ടോർ വാഹന വകുപ്പും സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തിയ ശേഷമാണ് അപകടത്തിൽപ്പെട്ട 2 ബസ്സുകളും മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. തൃശൂർ നെഹ്റു പാർക്കിനുള്ളിൽ പൊതു ശൗചാലയം നിർമ്മിക്കാനുള്ള കോർപ്പറേഷൻ നീക്കത്തിനെതിരെ ഹിന്ദു ഐക്യവേദി രംഗത്ത്. തേക്കിൻകാട് മൈതാനത്തിന്റെ ഭാഗമായുള്ള പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് കോർപ്പറേഷന്റെ നെഹ്റു പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ പാട്ടക്കാലാവധി കഴിഞ്ഞിരിക്കുകയാണെന്നും ക്ഷേത്രഭൂമിയായതിനാൽ പുരാവസ്തു വകുപ്പിന്റെയും ദേവസ്വത്തിന്റെയും അനുമതി വേണമെന്നും ഇതില്ലാതെയാണ് ഇപ്പോൾ നിർമ്മാണം നടക്കുന്നതെന്നും ഹിന്ദു ഐക്യവേദി ആരോപിച്ചു. തൃശ്ശൂർ കോർപ്പറേഷന് ഈ പാർക്കിൽ ഇപ്പോൾ നിലവിൽ നിയമപരമായിട്ട് യാതൊരു സാധുവില്ലാത്തൊരു സാഹചര്യമാണ്. അതിനുപരിയായിട്ട് ഈ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്തിൽ എന്ത് പ്രവർത്തനം നടത്തണമെങ്കിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള ഒരു സംഭവമാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശമോ അനുവാദമോ ഇല്ലാതെ നടത്താൻ സാധിക്കില്ല. അതിനുപരിയായിട്ട് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്, പുരാവസ്തു വകുപ്പിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ നടക്കാൻ സാധിക്കുള്ളൂ. ഈ ദേവസ്വം ബോർഡിനെ ബന്ധപ്പെട്ടപ്പോഴും കോർപ്പറേഷനെ ബന്ധപ്പെട്ടപ്പോഴും നമ്മുടെ ആർക്കിയോളജി ബന്ധപ്പെട്ടപ്പോഴും ഇവരൊന്നും അനുമതി ഇല്ലാതെയാണ് ഇത് നടക്കാൻ പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവർത്തനം ഇപ്പോൾ നമ്മൾ തടഞ്ഞിട്ടുള്ളത്. നിലവിൽ പാർക്കിന്റെ പ്രവേശന കവാടത്തിന് സമീപത്തായി JCB ഉപയോഗിച്ച് മണ്ണ് നികത്തിയും കുഴിയെടുത്തുമുള്ള പ്രാഥമിക നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. ഇത് ഹിന്ദു ഐക്യവേദി ഭാരവാഹികൾ ഇടപെട്ട് തടഞ്ഞു. അതേസമയം പാട്ടക്കാലാവധി പുതുക്കുന്ന നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതി പ്രകാരമുള്ള പൊതു ശൗചാലയമാണ് പാർക്ക് കേന്ദ്രീകരിച്ച് നിർമ്മിക്കുന്നതെന്നും മറിച്ചുള്ള വാദങ്ങളെല്ലാം തെറ്റാണെന്നും ചൂണ്ടിക്കാട്ടിയ മേയർ അജിത ജയരാജൻ എന്തുതന്നെയായാലും നിർമ്മാണ പ്രവൃത്തികളുമായി മുന്നോട്ടു പോകുമെന്നും അറിയിച്ചു. TCV തൃശൂർ. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കിഴക്കേ പള്ളിത്താമം പാർക്കിംഗ് ഗ്രൗണ്ടിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യം തള്ളിയത് മൂലം കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ക്വാർട്ടേഴ്സുകളിൽ താമസിക്കുന്നവർ ദുരിതത്തിലായി. ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിരുന്ന 2 ടാങ്കർ ലോറികളിലെ മാലിന്യമാണ് തുറന്നുവിട്ടത്. കനത്ത മഴയിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യം 30ഓളം ക്വാർട്ടേഴ്സുകളിലേക്ക് ഒഴുകിയെത്തി. പരിസരമാകെ ദുർഗന്ധം പരന്നതിനെ തുടർന്ന് പ്രദേശവാസികളും പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തി. പോലീസും സ്ഥലത്തെത്തിയിരുന്നു. വണ്ടിയുടെ ഡ്രൈവർമാർ സ്ഥലത്തെത്തിയതോടെ ഏറെ നേരം സംഘർഷാവസ്ഥയും ഉണ്ടായി. ഡ്രൈവറെ പ്രതിഷേധക്കാർ കയ്യേറ്റം ചെയ്തെങ്കിലും പോലീസ് ഇവരെ പിടിച്ചുമാറ്റുകയായിരുന്നു. സെപ്റ്റിക് ടാങ്ക് മാലിന്യം തള്ളിയവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MK സുദർശനും സ്ഥലത്തെത്തിയിരുന്നു. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് നിഖിൽ ദാമോദരൻ, ജില്ലാ സെക്രട്ടറി VS ഡേവിസ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ഡേവിഡ് കുര്യൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. അഭിമന്യു വധക്കേസ് സംബന്ധിച്ച വിമർശനങ്ങൾ അപ്രസക്തമെന്നും അത്തരം പ്രചരണങ്ങളിൽ വേവലാതിയില്ലെന്നും LDF കൺവീനർ A വിജയരാഘവൻ.
തൃശൂർ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച മുഖാമുഖത്തിലാണ് പുതുതായി LDF കൺവീനറായി ചുമതലയേറ്റ വിജയരാഘവൻ നിലപാട് വ്യക്തമാക്കിയത്. അഭിമന്യുവാദം പോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള സമഗ്രമായ അന്വേഷണമാണ് സർക്കാർ നടത്തുന്നത്. തീവ്രവാദ സ്വഭാവത്തോടുകൂടിയുള്ള ഇത്തരം സംഭവങ്ങൾ ആസൂത്രണം ചെയ്തവരുടെ അടിവേരറുക്കുന്ന നിലപാടാണ് സർക്കാരിൻ്റേത്. സോഷ്യൽ മീഡിയയിലും അല്ലാതെയും അന്വേഷണം സംബന്ധിച്ച് നടക്കുന്ന വിമർശനങ്ങളിൽ വേവലാതിയില്ല. വിമർശനങ്ങളിൽ ശരിയുണ്ടെങ്കിൽ അവ ഗൗരവമായി കാണുന്ന സമീപനമാണ് CPM-ൻ്റേത്. എങ്ങനെ പരാമർശിച്ചാലും ഇപ്പോൾ ഇവിടെ നമുക്കതിൽ ആ പരാമർശങ്ങളെക്കാൾ പ്രാധാന്യമുണ്ട് ഇതിലെ കേസിലെ പ്രതിയെ പിടിക്കുക എന്നുള്ളത്. അതിനാണ് ഊന്നൽ. ഗവൺമെൻറ്റിൻ്റെ ഒന്നാമത്തെ ഊന്നൽ അതിൻ്റെ യഥാർത്ഥ പ്രതികളെ പിടിക്കലാണ്. അതിലേക്ക് നീങ്ങുകയാണ് ഗവൺമെൻറ്. ബാക്കി ഇപ്പോൾ പലരും പല പരാമർശവും നടത്തും. അതിലൊന്നും ഇപ്പോൾ നമ്മൾ അതിൽ വേവലാതിപ്പെടേണ്ട കാര്യമില്ല. പരാമർശം ഇപ്പോൾ വ്യക്തികൾക്ക് നടത്താം. ഇപ്പോൾ ഈ മറ്റേ സോഷ്യൽ മീഡിയയിലുകൊണ്ടേ എല്ലാവർക്കും നടത്താം. അതിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. രാമായണ മാസാചരണം നടത്തണമെന്നത് CPM-ൻ്റെ നയമല്ല. ഭക്തിയെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ശരിയല്ല. ശോഭായാത്രയും യോഗയുമെല്ലാം സാംസ്കാരിക പ്രവർത്തനമെന്ന നിലയിലാണ് പാർട്ടി ഏറ്റെടുത്തിട്ടുള്ളത്. അമ്മ സംഘടന സ്വീകരിച്ച സ്ത്രീവിരുദ്ധ നിലപാട് അംഗീകരിക്കാനാകില്ല. സോഷ്യൽ മീഡിയയിലൂടെ CPI-യെ വിമർശിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. RSP ഇടതുമുന്നണിയിൽ ഉണ്ടാകണമെന്നാണ് പൊതുനിലപാട്. ജനാധിപത്യത്തിന് ഗുണം ചെയ്യാത്ത വിധത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ പുനഃക്രമീകരിക്കുന്നതിനോട് യോജിപ്പില്ലെന്നും വിജയരാഘവൻ വ്യക്തമാക്കി. പ്രസ് ക്ലബ് ഭാരവാഹികളായ K. പ്രഭാത്, MV വിനീത, VS സുഭാഷ് എന്നിവരും മുഖാമുഖത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദേവപ്രശ്നം നടത്തുന്നതിന് മുഖ്യ ദൈവജ്ഞനായി കൈമുക്ക് വൈദികൻ രാമൻ അക്കിത്തിരിപ്പാടിനെ തിരഞ്ഞെടുത്തു. ക്ഷേത്രത്തിനകത്ത് ഭക്തരുടെ സാന്നിധ്യത്തിലായിരുന്നു നറുക്കെടുപ്പ്. ദൈവജ്ഞൻ നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് ദേവപ്രശ്നത്തിനുള്ള തീയതി പിന്നീട് നിശ്ചയിക്കും. ക്ഷേത്രത്തിനകത്ത് ആനയടഞ്ഞ് പാപ്പാനെ കുത്തിക്കൊന്നതടക്കമുള്ള അനിഷ്ട സംഭവങ്ങൾ നടന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ദേവപ്രശ്നം നടത്താൻ ഭരണസമിതി തീരുമാനിച്ചത്. 2006-ലാണ് ഇതിനു മുൻപ് ദേവപ്രശ്നം നടന്നത്. പരിഹാരം കാണാനാകാതെ ദേശീയപാത മണ്ണുത്തിയിലെ വെള്ളക്കെട്ട്. മണ്ണുത്തി സർവീസ് റോഡിലാണ് വെള്ളക്കെട്ട് രൂക്ഷമാകുന്നത്. കാനകളിൽ മാലിന്യം നിറഞ്ഞത് മൂലം വെള്ളം ഒഴുകിപ്പോകാത്തതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമായത്. വെള്ളക്കെട്ട് പരിഹരിക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ റോഡിൽ വഞ്ചി ഇറക്കി പ്രതിഷേധിച്ചു. പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സമരത്തിന് മുൻ MLA MP വിൻസെന്റ്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KC അഭിലാഷ്, PV പത്രോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പുങ്കുന്നം ശ്രീ സീതാരാമസ്വാമി ക്ഷേത്രത്തിലെ കർക്കിടക മാസാചരണത്തിന് ചൊവ്വാഴ്ച തുടക്കമാകും. ദിവസവും രാവിലെയും വൈകിട്ടും സ്വർണ്ണരഥം ദർശിക്കാൻ ഭക്തർക്ക് അവസരമൊരുക്കിയിട്ടുണ്ട്. 22 മുതൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന പവിത്രോത്സവത്തിന് ക്ഷേത്രം തന്ത്രി മധുരൈ ഗോവിന്ദരാജ ഭട്ടാചാര്യർ നേതൃത്വം നൽകും. ഓഗസ്റ്റ് 17-ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടക്കും. കുന്നംകുളം നഗരസഭാ പ്രദേശത്ത് BMS സംഘപരിവാർ സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. തട്ടുകട തൊഴിലാളി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നഗരസഭാ സെക്രട്ടറിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹർത്താൽ. മുഴുവൻ കടകളും അടഞ്ഞുകിടന്നു. വാഹനങ്ങൾ സർവീസ് നടത്തിയിരുന്നു. BMS-ന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതിഷേധ യോഗം BMS ജില്ലാ പ്രസിഡന്റ് AC കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി KN വിജയൻ, AS പ്രേംരാജ്, സുഭാഷ് പാക്കത്ത്, KK മുരളി, KK തിലകൻ തുടങ്ങിയവർ സംസാരിച്ചു. പുല്ലഴി സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ നിന്നുള്ള സെപ്റ്റിക് മാലിന്യങ്ങൾ പുറത്തേക്ക് ഒഴുക്കുന്നതിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ ഹോസ്റ്റലിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. OBC മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് MS വത്സൻ, BJP ഓളരി ഏരിയ പ്രസിഡന്റ് സലേഷ് ധർമ്മൻ, വൈസ് പ്രസിഡന്റ് G സത്യപ്രസാദ്, ശിവരാമൻ പുല്ലഴി എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ഹോസ്റ്റലിലെ പൈപ്പുകൾ പൊട്ടി സെപ്റ്റിക് മാലിന്യങ്ങൾ കനത്ത മഴയിൽ സമീപത്തെ വീടുകളിലേക്ക് ഒലിച്ചിറങ്ങുന്ന അവസ്ഥയാണ്. സമീപ പ്രദേശത്തെ കിണറുകൾ മാലിന്യമൊഴുകി ഉപയോഗശൂന്യമായെന്നും പരാതിയുണ്ട്. അർഹരായവർക്കെല്ലാം മലയോര പട്ടയം നൽകുക എന്ന ആവശ്യമുന്നയിച്ച് കേരള കർഷക സംഘം സംഘടിപ്പിക്കുന്ന നിരന്തര പ്രക്ഷോഭത്തിന് കളക്ട്രേറ്റ് പടിക്കൽ തുടക്കമായി. നിരന്തര പ്രക്ഷോഭത്തിന്റെ ഭാഗമായുള്ള കുത്തിയിരിപ്പ് സമരം CPM കേന്ദ്ര കമ്മിറ്റി അംഗം K. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലായി 8000 പേർക്ക് പട്ടയം ലഭിക്കാനുണ്ട്. ഇവർക്ക് പട്ടയം ലഭ്യമാക്കാനുള്ള ശ്രമം തുടരുമെന്നും സംഘടന വ്യക്തമാക്കി. കേരള കർഷക സംഘം ജില്ലാ പ്രസിഡന്റും MLA-യുമായ മുരളി പെരുന്നെല്ലി അധ്യക്ഷനായിരുന്നു. PK ഡേവിസ്, AS കുട്ടി, PR വർഗീസ്, MM അവറാച്ചൻ എന്നിവർ പങ്കെടുത്തു. നിരന്തര പ്രക്ഷോഭത്തിന്റെ ഭാഗമായുള്ള സമരപരിപാടികൾ ഈ മാസം 26 വരെ തുടരും. സംഗീത മഹായാനത്തിന് തൃശൂരിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചു. ചലച്ചിത്ര നടൻ ദേവൻ ഉദ്ഘാടനം ചെയ്തു. സംഗമം സാംസ്കാരിക വേദി പ്രസിഡന്റ് ബിന്നി ഇമ്മട്ടി അധ്യക്ഷനായിരുന്നു. ഡെപ്യൂട്ടി മേയർ ബീന മുരളി, ഗായിക ജോത്സന, ചാക്കൂടി അന്തിക്കാട്, സുമ തുടങ്ങിയവർ പങ്കെടുത്തു. ഗിന്നസ് മുരളി നാരായണന്റെ നേതൃത്വത്തിലാണ് തൃശൂരിൽ സംഗീത മഹായാനം ഒരുക്കുന്നത്. ഇടവേള.
വാർത്തയിലേക്ക് വീണ്ടും. സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹിക പ്രവർത്തകയുമായിരുന്ന ചെമ്മന്തട്ട പരേതനായ പത്മനാഭൻ നായരുടെ ഭാര്യ മേലേപ്പാട്ട സരോജിനിയമ്മ നിര്യാതയായി 92 വയസ്സായിരുന്നു. നാഷണലിസ്റ്റ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം, ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, സംസ്ഥാന സോഷ്യൽ വെൽഫെയർ ബോർഡ് അംഗം, വനിതാ വികസന കോർപ്പറേഷൻ അംഗം എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സംസ്കാരം ചൊവ്വാഴ്ച വൈകിട്ട് 4-ന് വീട്ടുവളപ്പിൽ നടക്കും. കാട്ടാനശല്യം പതിവായ മറ്റത്തൂർ പഞ്ചായത്തിലെ മലയോരത്ത് ഞായറാഴ്ച രാത്രിയിലും ആനയിറങ്ങി കൃഷി നശിപ്പിച്ചു. അമ്പനോളിക്കടുത്തുള്ള പോത്തൻചിറയിലാണ് വീണ്ടും കാട്ടാനകൾ ഇറങ്ങി കാർഷിക വിളകൾക്ക് നാശം വരുത്തിയത്. ഐപ്പൻപറമ്പിൽ കുന്നേൽ തോമസ്, വില്ലൻ ഉസ്മാൻ, ചിറണക്കൽ മാത്യു എന്നിവരുടെ തെങ്ങ്, വാഴ, കവുങ്ങ്, റബ്ബർ തുടങ്ങിയവയാണ് കാട്ടാന നശിപ്പിച്ചത്. കാട്ടാന വൈദ്യുതി ലൈനിലേക്ക് തെങ്ങ് മറിച്ചിട്ടതിനെ തുടർന്ന് ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞു വീണു. പതിവായി മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങുന്നത് മൂലം ജനങ്ങൾ ദുരിതത്തിലാണെന്ന് കർഷകനായ സുബ്രൻ പറഞ്ഞു. 40,000 രൂപയുടെ വാഴ നശിച്ചിട്ടുണ്ട്. 12 തെങ്ങ്, റബ്ബർ, പ്ലാവ് ഇതൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. ആനേനെ രാത്രി ഞങ്ങൾക്ക് ഓടിപ്പിക്കാൻ സൗകര്യമൊന്നുമില്ല. ദിവസം വന്നുകൊണ്ടിരിക്കുക ആന. ആന ഇപ്പം നമ്മുടെ മുറ്റത്തേക്ക് അടുത്തടുത്ത്, നമ്മുടെ വീട് ഒറ്റപ്പെട്ട വീടാണ്. 2 വശത്തു നിന്നും ഇപ്പോൾ ആന നമ്മളെ ശല്യം ചെയ്യുന്നു. രാത്രി കറണ്ട് ഇല്ലാത്തപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ആന എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിലും ഇവിടെ കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചിരുന്നു. TCV കൊടകര. കാണാതായ യുവാവിനെ വീടിന് സമീപത്തെ ക്വാറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മാരാത്തുകുന്ന് കോളനിയിൽ ചേനത്ത് വളപ്പിൽ അജീഷിന്റെ മൃതദേഹമാണ് വീടിനടുത്ത ക്വാറിയിൽ കണ്ടെത്തിയത്. കൂൺ പറിക്കാനായി കാട്ടിലേക്ക് പോയതായിരുന്നു അജീഷ്. കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. നാലമ്പല തീർത്ഥാടനത്തോടനുബന്ധിച്ച് ഇരിങ്ങാലക്കുടയിൽ നിന്ന് KSRTC സ്പെഷ്യൽ സർവീസ് ആരംഭിച്ചു. രാവിലെ 6-നും 6:30-നുമാണ് 2 ബസ്സുകൾ സർവീസ് നടത്തുന്നത്. 106 രൂപ നൽകിയാൽ തീർത്ഥാടകർക്ക് നാലമ്പല ദർശനം നടത്താൻ സാധിക്കും. സർവീസിന്റെ ഉദ്ഘാടനം പ്രൊഫസർ KU അരുണൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. ദേവസ്വം ചെയർമാൻ പ്രദീപ് മേനോൻ, KSRTC ജില്ലാ ഓഫീസർ VS തിലകൻ എന്നിവർ പങ്കെടുത്തു. കൊടകര വെള്ളിക്കുളങ്ങര റോഡിലെ നെല്ലിപ്പറമ്പിൽ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച കാറിൽ നിന്ന് 20 ലിറ്റർ വ്യാജമദ്യം കൊടകര പോലീസ് പിടികൂടി. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി കാറിൽ പരിശോധന നടത്തിയപ്പോഴാണ് 1 ലിറ്റർ വീതമുള്ള 20 കുപ്പികളിൽ നിറച്ച വ്യാജമദ്യം കണ്ടെത്തിയത്. കാർ ഓടിച്ചിരുന്ന ആൾ അപകടമുണ്ടായ ഉടനെ ഓടി രക്ഷപ്പെട്ടതായി പോലീസ് അറിയിച്ചു. ഇയാളെ പിടികൂടാനായി അന്വേഷണം നടത്തിവരികയാണെന്നും പോലീസ് പറഞ്ഞു. റോഡരികിലെ 2 ഇലക്ട്രിക് പോസ്റ്റുകൾ കാറിടിച്ച് തകർന്നു. SI KS സൂരജിന്റെ നേതൃത്വത്തിലാണ് കാർ പരിശോധന നടത്തി മദ്യം കണ്ടെടുത്തത്. കോഴിക്കോട്, തൃശൂർ, കണ്ണൂർ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഉദ്യോഗസ്ഥർക്കായി വൈകുന്നേരങ്ങളിൽ നടത്തിവന്നിരുന്ന എഞ്ചിനീയറിംഗ് കോഴ്സുകൾ 3 വർഷമായി നിർത്തിവെച്ചതിനെ ചോദ്യം ചെയ്ത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എന്നിവർ വിഷയം പരിശോധിച്ച് 4 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം P. മോഹൻദാസ് ആവശ്യപ്പെട്ടു. കണ്ണൂർ, കോഴിക്കോട്, തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പാൾമാർ പ്രത്യേക വിശദീകരണം സമർപ്പിക്കണം. കേസ് അടുത്ത മാസം തൃശൂരിൽ നടക്കുന്ന സിറ്റിംഗിൽ പരിഗണിക്കും. ഫെലിക്സ് ലിച്ചോ, EK രഘു, MV സുമേഷ്, അനൂപ്, റിജിൻ എന്നിവർ സമർപ്പിച്ച പരാതിയിലാണ് നടപടി. കാറിടിച്ച് പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. പേരാമ്പ്ര നാടുകുന്നിൽ ഞാറേക്കടൻ ജോയിയുടെ ഭാര്യ 43 വയസ്സുള്ള ജാൻസിയാണ് മരിച്ചത്. ശനിയാഴ്ച വൈകിട്ടായിരുന്നു അപകടം. തൃശൂർ ശക്തൻ സ്റ്റാൻഡിലെ പെട്രോൾ പമ്പിലേക്ക് കാർ ഇടിച്ചു കയറി. ആളപായമില്ല. പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ച ശേഷം കാർ പുറകോട്ട് എടുക്കുന്നതിനിടയിലാണ് നിയന്ത്രണം വിട്ട് ക്യാഷ് കൗണ്ടറിലേക്ക് ഇടിച്ചു കയറിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വൈദ്യുതി ബോർഡ് കരാർ തൊഴിലാളികൾ തൃശൂരിലെ വൈദ്യുതി ഭവൻ ഓഫീസിന് മുന്നിൽ സത്യഗ്രഹ സമരം ആരംഭിച്ചു. CITU ജില്ലാ സെക്രട്ടറി UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. CITU ഏരിയ സെക്രട്ടറി സുധാകരൻ അധ്യക്ഷനായിരുന്നു. ഇലക്ട്രിസിറ്റി ബോർഡ് കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് KV ജോസഫ്, സെക്രട്ടറി PV സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. കരാർ തൊഴിലാളികളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക, PSI നിയമനങ്ങളിൽ സംവരണം നൽകുക, ആശ്രിതർക്ക് നിയമനം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ത്രിദിന സത്യഗ്രഹ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് 37 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ ജീവനക്കാരൻ ഉൾപ്പെടെ 3 പേർ പിടിയിലായി. ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. മോഷ്ടിച്ച പണം അന്വേഷണ സംഘം കണ്ടെടുത്തു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് പണം കവർന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് കർക്കിടകം 1. ഇനി രാമമന്ത്രധ്വനിയുടെ നാളുകൾ. വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ആനയൂട്ട് അല്പസമയത്തിനകം. ജില്ലയിലെ തീരമേഖലകളിൽ നാശം വിതച്ച് കടൽക്ഷോഭം തുടരുന്നു. പുനരധിവാസ നടപടികൾ ശക്തമാക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധം. എറിയാട് മേഖലയിലെ കടൽക്ഷോഭ ബാധിത പ്രദേശങ്ങൾ ജില്ലാ കളക്ടർ സന്ദർശിച്ചു. ദേശീയപാത കുതിരാൻ റോഡിന്റെ ശോചനീയാവസ്ഥ. സർക്കാരിന്റെ അടിയന്തര ഇടപെടലിനായി കാത്തിരിപ്പ്. ദേശീയപാത പൂർണ്ണമായും ടാറിംഗ് നടത്തണമെന്ന് ആവശ്യം.
കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ അമൃത് പദ്ധതി ഗുരുവായൂരിൽ മാതൃകാപരമായി നടപ്പിലാക്കുമെന്ന് ഡോക്ടർ പി.കെ. ബിജു MP. അമൃത് പദ്ധതിയുടെ നിർവഹണ പുരോഗതി വിലയിരുത്താനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ CN ജയദേവൻ MP-യെ ഒഴിവാക്കിയത് വിവാദമാകും. കനത്ത മഴയിൽ പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട്. നിരവധി കുടുംബങ്ങളെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ചുഴലിക്കാറ്റിൽ നിരവധി വീടുകൾ തകർന്നു. വ്യാപക കൃഷിനാശം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.